ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസു മാത്ത് അക്കാദമി. ഇസു മാത്ത് അക്കാദമിയിലെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഫിസിക്കലി അൺഫിറ്റ് ആയിരുന്നു, കുറച്ച് ദിവസം റെസ്റ്റിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് 4 ദിവസമായിട്ട് വീഡിയോ ഇല്ലാതിരുന്നത്. ഇപ്പോൾ ഞാൻ 100% ഫിറ്റ് അല്ല, പക്ഷേ കുറേ പേര് വീഡിയോസ് വേണം എന്ന് റിക്വസ്റ്റ് ഉള്ളതുകൊണ്ട് ഒരു താൽക്കാലികമായിട്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ കോൺസെപ്റ്റും ക്ലിയർ ആയി മനസ്സിലാക്കി തരാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഴയ വീഡിയോസിലെ പോലുള്ള എനർജിയോ സൗണ്ടോ ഇതിൽ കുറവാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. സോ വി ആർ സ്റ്റാർട്ടിങ് ദ വീഡിയോ. ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ കൂടുതൽ കിടിലൻ ഐഡിയാസും അതിലെ കോൺസെപ്റ്റ് എന്താണെന്നും പിന്നെ ട്രെയിൻസിൻ്റെ പ്രോബ്ലംസും അതും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ട്രെയിൻസിൻ്റെ പ്രോബ്ലംസും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇഫ് യു ആർ നോട്ട് യെറ്റ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് വി ആർ സ്റ്റാർട്ടിങ് ദ വീഡിയോ. ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാറ് 120 കിലോമീറ്റർ 2 അവർ കൊണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാറിൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം അത് എത്ര ദൂരം സഞ്ചരിച്ചു അതിനെ നമ്മൾ ആ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. 120 കിലോമീറ്റർ അത് സഞ്ചരിച്ചു, അതിനെടുക്കാൻ വേണ്ട ടൈം 2 അവർ. സോ ഡിസ്റ്റൻസ് ബൈ ടൈം ദ ആൻസർ വിൽ ബി 60 കിലോമീറ്റർ പെർ അവർ. സോ സ്പീഡിൻ്റെ ഇക്വേഷൻ ആണ് ഇതിലെ ഫസ്റ്റ് ബേസിക് കോൺസെപ്റ്റ്. സ്പീഡ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഈ ബേസിക് ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ടോപ്പിക്കിൽ ഒരുവിധം എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ കഴിയും. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന ഇക്വേഷൻ കറക്റ്റ് തറവായിട്ട് അറിയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ടൈമാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈമിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും, സ്പീഡിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഇനിയിപ്പോൾ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടൈമിനെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യും. ടൈം ഇൻറ്റു സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എന്നൊക്കെ പഠിക്കുക. അപ്പോൾ നമ്മൾ അതൊന്നും ബൈ ഹെർട്ട് ചെയ്യരുത്. ജസ്റ്റ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, അത് ഓർത്തിരിക്കാൻ എപ്പോഴും എളുപ്പമുള്ള ഒരു ഇക്വേഷനാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു അതിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സ്പീഡ് കിട്ടും. അപ്പോൾ ആ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, നമുക്ക് ടൈമാണ് കിട്ടേണ്ടത് എങ്കിൽ ടൈമിനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, സ്പീഡിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആവും. ഇനി ഡിസ്റ്റൻസ് ആണ് കിട്ടേണ്ടതെങ്കിൽ ഡിസ്റ്റൻസിനെ ഇവിടെ വെച്ചിട്ട് ടൈമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആവും. അത് ഓട്ടോമാറ്റിക്കായി വരേണ്ട ഇക്വേഷൻസ് ആണ്. നമ്മൾ ബേസിക്കായി പഠിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന ഇക്വേഷൻ ആണ്. പറയുന്നത് നോർമലി കിലോമീറ്റർ പെർ അവറിലാണ്. കിലോമീറ്റർ പെർ അവർ എന്ന യൂണിറ്റിലാണ് പറയുന്നത്. അതായത് ഒരാൾ ഇത്ര കിലോമീറ്റർ ഒരു അവറിൽ സഞ്ചരിച്ചു എന്നതിൻ്റെ അളവാണ് കിലോമീറ്റർ പെർ അവർ. ഇനി ഇതിനെ നമുക്ക് ഇടയ്ക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരും. ചില ഡാറ്റാസ് മീറ്റർ പെർ സെക്കൻഡിലും ചില ഡാറ്റാസ് കിലോമീറ്റർ പെർ അവറിലും ആകുമ്പോൾ ആ ഡാറ്റാസ് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് 5/18 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 1 കിലോമീറ്റർ പെർ അവറിനെ, അതായത് എത്ര കിലോമീറ്റർ പെർ അവർ ആണോ അതിനെ 5/18 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് മീറ്റർ പെർ സെക്കൻഡ് ആവും. അപ്പോൾ പലർക്കും അറിയായിരിക്കും ഈ 5/18 എവിടെ നിന്നാണ് വന്നത്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി ഞാൻ പറയാണ്. നമുക്കറിയാം 1 കിലോമീറ്റർ പെർ അവർ, ഒരാൾ 1 കിലോമീറ്റർ ഒരു അവറിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ നേരെ മീറ്ററും സെക്കൻഡും ഒക്കെ ഉണ്ട്. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1000 മീറ്റർ ആണ്. 1 കിലോമീറ്റർ ഈസ് 1000 meters. then 1 hour എന്ന് പറഞ്ഞാൽ ഒരു അവറിൽ 60 മിനിറ്റ് ഉണ്ട്. ഓരോ 60 മിനിറ്റിലും 60 സെക്കൻഡ് ഉണ്ടാവും. അതായത് ഒരു മിനിറ്റിൽ 60 സെക്കൻഡും ഉണ്ടാവും. സോ ദ ബോട്ടം വിൽ ബി 60 × 60. ഇത്രയും സെക്കൻഡ്സ് ഇവിടെ ഉണ്ടാവും ഒരു അവറിൽ. സിമ്പിൾ കാൽക്കുലേഷൻ ആണ് ഞാൻ. സോ ദ ആൻസർ വിൽ ബി 10/36. ഇതിനൊന്നും കൂടെ ഷോർട്ട് ആക്കിയാൽ നമുക്ക് കിട്ടും 5/18 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ 5/18 മീറ്റർ പെർ സെക്കൻഡ് ആവും. അങ്ങനെയാണ് ഈ 5/18 എന്ന വാല്യൂ വന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും എക്സാമിൽ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഈ മെത്തേഡ് ആലോചിക്കുക. 1 കിലോമീറ്റർ മീറ്റർ ആക്കുക, താഴെയുള്ള അവറിനെ സെക്കൻഡും ആക്കി മാറ്റുക. ഇനി നേരെ തിരിച്ചാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനാണെങ്കിൽ ഇതിന് 18/5 ചെയ്താൽ മതി. അപ്പോൾ ഏതാണ് 18/5 അല്ലെങ്കിൽ ഏതാണ് 5/18 എന്ന കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഐഡിയ ആലോചിച്ച് നോക്കുക. ഇത് പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 5/18 കിട്ടും. ആദ്യം നമ്മൾ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ചുകൂടെ 2-3 ഇക്വേഷൻസ് ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്നുണ്ട്. അത് ആ സമയത്ത് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമായിരിക്കും. ഒരു കിഡിലൻ ട്രിക്ക് ഉണ്ട്, ഇതുവരെ നിങ്ങൾ കാണാത്ത ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു കിഡിലൻ റേഷ്യോ വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാം, പെട്ടെന്ന് സോൾവ് ചെയ്യാം എന്നൊരു ഐഡിയ കൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിരിക്കുക. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എ കാർ runs at 36 kilometer per hour. how many meters will it travel in 2 seconds? അതായത് ഒരു കാർ 36 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ അത് 2 സെക്കൻഡിൽ എത്ര മീറ്റേഴ്സ് ദൂരം ട്രാവൽ ചെയ്യുമെന്നാണ്. അപ്പോൾ സിമ്പിളാണ്, കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ ഡയറക്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. 36 × 5/18 ചെയ്യണം. 36ഉം 18ഉം വെട്ടിപ്പോവും. 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഒരു സെക്കൻഡിൽ 10 മീറ്റർ പോകും. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് മീറ്റർ പെർ സെക്കൻഡ് ആക്കാനല്ല ചോദിച്ചിട്ടുള്ളത്, 2 സെക്കൻഡ്സിൽ എത്ര മീറ്റർ ട്രാവൽ ചെയ്യുമെന്നാണ്. 1 സെക്കൻഡിൽ 10 മീറ്റർ ആണെങ്കിൽ 2 സെക്കൻഡ്സിൽ ഇറ്റ് വിൽ ട്രാവൽ 20 മീറ്റർ. സോ ദ ആൻസർ വിൽ ബി 20 മീറ്റർ. അത്രയും ദൂരം ആ കാർ ട്രാവൽ ചെയ്യും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, എ ട്രെയിൻ ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 180 km/h. വാട്ട് വിൽ ബി ഇറ്റ്സ് സ്പീഡ് ഇൻ മീറ്റേഴ്സ് പെർ സെക്കൻഡ്? അതായത് 180 km/h ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീറ്റർ പെർ സെക്കൻഡിലുള്ള സ്പീഡ് എത്ര ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ, 180 × 5/18. 180ഉം 18ഉം വെട്ടിപ്പോകും, 10 ആയിരിക്കും. ദ ആൻസർ വിൽ ബി 50 മീറ്റർ പെർ സെക്കൻഡ്. അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 50 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. പിന്നെ നമുക്ക് എന്തോ അറിയാം, ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ മിക്ക ക്വസ്റ്റ്യൻസും ട്രെയിൻസുമായി ബന്ധപ്പെട്ടാണ്. PSCക്ക് എന്തോ ട്രെയിനിനോട് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. എല്ലാ ക്വസ്റ്റ്യൻസിലും എങ്ങനെയെങ്കിലും ഒരു ട്രെയിനിനെ കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ ട്രെയിനിൻ്റെ പ്രോബ്ലംസിൻ്റെ ഐഡിയ ഇത് തന്നെയാണ്. അത് ആ രീതിയിലുള്ള പ്രോബ്ലംസ് എത്തുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയായിരിക്കും. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ മാൻ വാക്കിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 5 km/h ക്രോസസ് എ ബ്രിഡ്ജ് ഇൻ 15 minutes. ദ ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് ഇൻ മീറ്റേഴ്സ് ഈസ്. അതായത് ഒരാളുണ്ട്, അയാൾ 5 km/h സ്പീഡിലാണ് നടക്കുന്നത്. അയാൾ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 minutes എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ ബ്രിഡ്ജിന്റെ നീളം എത്ര? മീറ്ററിൽ ആ ബ്രിഡ്ജിന്റെ നീളം എത്ര എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ km/h. അത് മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ഇവിടെ തന്നിട്ടുണ്ട് 5 km 1 hour ക്രോസ് ചെയ്യുമെന്ന്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 15 minutes അയാൾ എത്ര ക്രോസ് ചെയ്യുമെന്നാണ്. അപ്പോൾ ആ മിനിറ്റ്സിനെ ഹവർ ആക്കി മാറ്റുക. 15 minutes എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 15/60 hours ആയിരിക്കും. ദിസ് വിൽ ബി 1/4 hours. ഇവിടെ 1 hourൽ 5 km ആണെങ്കിൽ 1/4 hourൽ എത്ര ആയിരിക്കും? ഒരു /4 ഇവിടെയും കൊടുത്താൽ നമുക്ക് കിട്ടും 5/4 kilometers ആയിരിക്കും. ഇവിടെ കിലോമീറ്ററിലാണ് തന്നിട്ടുള്ളത്, അപ്പോൾ ഇവിടെയും കിലോമീറ്ററിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരം. പക്ഷെ ഉത്തരം ചോദിച്ചിട്ടുള്ളത് മീറ്ററിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 5/4നെ നമ്മൾ മീറ്റർ ആക്കി മാറ്റുക. 5/4 × 1000. ഈ 1000ഉം 4ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 250 കിട്ടും. 5 × 250. ദ ആൻസർ വിൽ ബി 1250 meters. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1250 meter ആയിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒന്നും കൊണ്ടുവരാതെ ഐഡിയ വെച്ച് ക്ലിയർ ചെയ്തു. അതായത് 5 km/h ആണ് സ്പീഡെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു അവറിൽ അയാൾ 5 km നടക്കുമെന്നാണ്. 15 minutes അയാൾ എത്ര ദൂരം നടന്നു അതായിരിക്കും ആ ബ്രിഡ്ജിന്റെ നീളം. ബ്രിഡ്ജിന്റെ മേലെ കൂടെ അയാൾ നടക്കുന്നത്. അപ്പോൾ 15 minutes നമ്മൾ അവറാക്കി മാറ്റി, 15/60 ആയി. അതായത് 1/4 ആയിരിക്കും. അപ്പോൾ 1 hourൽ 5 km ആണെങ്കിൽ 1/4 hourൽ എത്ര ആയിരിക്കും? 5/4 ആയിരിക്കും. അതിനെ നമ്മൾ മീറ്റർ ആക്കി മാറ്റി. 1250 will be our answer. ഡിസ്റ്റൻസിലെ ട്രെയിൻസ് എന്ന സെക്ഷനിലേക്ക് കടക്കുകയാണ്. ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ എപ്പോഴും കൂടുതലായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ട്രെയിൻസ് എന്ന സെക്ഷനിലായിരിക്കും. അപ്പോൾ ട്രെയിൻസ് എന്ന സെക്ഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ട്രെയിൻ ഒരാളെ അല്ലെങ്കിൽ മരം അല്ലെങ്കിൽ പോസ്റ്റ്, അതായത് സ്മോൾ ഒബ്ജക്ട്സിനെ പാസ് ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്ട്സിന്റെ, അതായത് ഒരു വടി പോലത്തെ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ടെലിഫോൺ പോസ്റ്റ് ആവാം, ഒരു പോൾ, ഇലക്ട്രിക് പോൾ ആവാം, ഒരു മനുഷ്യനാവാം, ഒരു ട്രീ ആവാം, ഇതെല്ലാം ഇതിന് എക്സാമ്പിൾസ് ആണ്. അങ്ങനത്തെ ഒരു സംഭവത്തെ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ആ ഡിസ്റ്റൻസിനെ നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്യുക. ആ ഡിസ്റ്റൻസ് കാണുമ്പോൾ ആ ഡിസ്റ്റൻസ് നമ്മൾ 0 ആയിട്ട് എടുക്കും. ഇനിയല്ല, ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം കടന്നു പോവുക അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് കടന്നു പോവുകയാണ്, ഇഫ് ദ ട്രെയിൻ ഈസ് ക്രോസിങ് എ ബ്രിഡ്ജ് ഓർ എ പ്ലാറ്റ്ഫോം, അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസിനെ ട്രെയിനിന്റെ ലെങ്ത്തുമായിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ ലോങ് ഡിസ്റ്റൻസ്, വി കനോട്ട് നെഗ്ലക്ട് സച്ച് ലോങ് ഡിസ്റ്റൻസസ്. അപ്പോൾ ഡിസ്റ്റൻസ് കാണുമ്പോൾ ഇത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ അത് ട്രെയിനിന്റെ ലെങ്ത്തുമായി ആഡ് ചെയ്യും. ഇനി വെരി ഷോർട്ട് ഡിസ്റ്റൻസ്, അതായത് പോൾ, മാൻ, ട്രീ, പോസ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് 0 ആയി എഴുതും. അത് മാത്രമാണ് ട്രെയിൻ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസ് കോൺസെപ്റ്റിന് പുറമെ അതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ട്രെയിൻ മൂവിംഗ് വിത്ത് എ യൂണിഫോം സ്പീഡ് ഓഫ് 60 km/h crosses a pole in 6 seconds. The length of the train in meters is. അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ട്രെയിൻ 60 km/h ട്രാവൽ ചെയ്യുന്നത് എന്ന്.
ആ ട്രെയിൻ ഒരു പോൾ ക്രോസ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു പോളാണ് ക്രോസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആണ്, ലീൻ ഒബ്ജക്റ്റ് ആണ്. അതിന്റെ ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല, അതിനെ 0 ആക്കി എടുക്കണം. അപ്പോൾ ആ പോളിനെ നമ്മൾ ഡിസ്റ്റൻസ് ആയി കൂട്ടുന്നത് ആ ട്രെയിനിന്റെ ലെങ്ത് മാത്രമായിരിക്കും. ഇത്രയും സ്പീഡിൽ പോകുന്ന ഒരു ട്രെയിന് ഒരു പോൾ ക്രോസ് ചെയ്യാൻ 5 seconds എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ട്രെയിനിന്റെ ലെങ്ത് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ട്രെയിനിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു, നമുക്ക് ആ ഇക്വേഷൻ ഓർമ്മ വേണം, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സോ ഡിസ്റ്റൻസ് വിൽ ബി ടൈം ഇൻറ്റു സ്പീഡ് ആയിരിക്കും. സ്പീഡ് 60 km/h പോകുന്ന ട്രെയിനിന് അത് ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ടൈം 6 seconds ആണ്. സോറി, ഇവിടെ ഡാറ്റ 6 ആയിരുന്നു, ഞാൻ നേരത്തെ മാറിയിട്ട് 5 എന്നാണ് എഴുതിയത്. അപ്പോൾ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ഇവിടെ ആ 6നെ ഇവിടെ എഴുതുകയാണ്. ഇനി നമുക്ക് വെട്ടിപ്പോയാൽ നേരെ ഉത്തരം കിട്ടും, മീറ്ററിലുള്ള ഉത്തരം തന്നെ കിട്ടും. കാരണം നമ്മൾ ഓൾറെഡി കൺവേർട്ട് ചെയ്തു മീറ്റർ പെർ സെക്കൻഡിലേക്ക്. 6ഉം 18ഉം വെട്ടി ഇവിടെ 3 ബാക്കിയായി. ഈ 60ഉം 3ഉം വെട്ടി ഇവിടെ 20 ബാക്കിയായി. 20 × 5 വിൽ ബി 100 മീറ്റർ. അപ്പോൾ ആ ട്രെയിനിന്റെ ലെങ്ത് മീറ്ററിൽ എത്രയെന്ന് വെച്ചാൽ അതിന്റെ ഉത്തരം 100 മീറ്റർ ആണ്. അത് ഞാൻ പറഞ്ഞു ആ കോൺസെപ്റ്റ് തന്നെ. പോസ്റ്റ് അങ്ങനത്തെ നെഗ്ലിജിബിൾ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന് നമ്മൾ ആ ഡിസ്റ്റൻസിൽ ആഡ് ചെയ്യില്ല. ഇനി വലിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ അതിന് ആഡ് ചെയ്യും. ട്രെയിൻ ഓഫ് ലെങ്ത് 260 meters ഈസ് റണ്ണിങ് അറ്റ് എ സ്പീഡ് ഓഫ് 72 km/h. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് എ പോൾ കംപ്ലീറ്റ്ലി? അതായത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ട്രെയിനിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്, നേരത്തെ പോലെ തന്നെ ട്രെയിനിന്റെ സ്പീഡ് 72 km/h ആണെന്ന് തന്നിട്ടുണ്ട്. ട്രെയിനിന്റെ ലെങ്ത് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോൾ ആണെങ്കിൽ നമ്മൾ അതിനെ കൂട്ടില്ല. അപ്പോൾ ഡിസ്റ്റൻസ് ട്രെയിനിന്റെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഡാറ്റ 260 തന്നെയാണ്. ഇത് 260 മീറ്റർ ആണ്, ഇത് 72 km/h ആണ്. അപ്പോൾ ഈ km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് കാണേണ്ടത് ടി ആണ്, ടി ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാം. ബിക്കോസ് 72 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 18. അപ്പോൾ 72 ഡിവൈഡഡ് ബൈ 18 4 ആയിരിക്കും. 20 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഇക്വേഷൻ ആലോചിക്കുക. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ നമുക്ക് ടൈമാണ് കാണേണ്ടത്. ടൈമിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡായി മാറും ആ ഇക്വേഷൻ. സോ ടൈം ഈസ് ഈക്വൽ ടു 260/20 ആയിരിക്കും. 0 0 വെട്ടി 26 2 വെട്ടി. ദ ആൻസർ വിൽ ബി 13 seconds. അതായത് 260 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ 72 km/h സ്പീഡിൽ പോവുകയാണെങ്കിൽ ഒരു പോളിനെ കംപ്ലീറ്റ്ലി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുക്കുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 13 seconds ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ പോൾ വെച്ചിട്ടല്ല, ബ്രിഡ്ജ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്ന്. ഇലക്ട്രിക് ട്രെയിൻ ഹാവിംഗ് 120 meter length is running at a speed of 90 km/h. Find the time required for the train to cross a bridge of 630 meter long. ബ്രിഡ്ജ് 630 meter ലോങ് ആണ്. അതിൻ്റെ മേലെ കൂടെ 120 meter ലെങ്ത് ഉള്ള ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ട്രെയിനിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് ഈസ് ഈക്വൽ ടു 90 km/h. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്റ്റൻസ് കാണണം. ഡിസ്റ്റൻസ് നമുക്കറിയാം, ട്രെയിനിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 120 meter ആണ്. കൂടെ ബ്രിഡ്ജിന്റെ ലെങ്ത്തും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലെങ്തി ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അത് ഡിസ്റ്റൻസിൽ നമ്മൾ തീർച്ചയായും ആഡ് ചെയ്തിരിക്കണം. അപ്പോൾ 120 പ്ലസ് ബ്രിഡ്ജിന്റെ ലെങ്ത് 630 meter ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യും. അതായിരിക്കും നമ്മുടെ കറക്റ്റ് ഡിസ്റ്റൻസ്. ഈസ് ഈക്വൽ ടു 750 ആയിരിക്കും നമ്മുടെ ഡിസ്റ്റൻസ്. ഇത് മീറ്ററിലായിരിക്കും, മീറ്ററിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് km/h. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കേണ്ടി വരും. 90 × 5/18 90യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 5 × 5 25 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. ഇനി നമ്മളോട് ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. എളുപ്പമാണ് ടൈം കണ്ടെത്താൻ, വലിയ പണിയൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാം. അതായത് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആയിരിക്കും. നമ്മുടെ ഇക്വേഷൻ എസ് ഈക്വൽ ടു ഡി ബൈ ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന ഇക്വേഷന് ടി ഇങ്ങോട്ട് പോയി സ്പീഡ് ഇങ്ങോട്ടും വന്നു. 750/25 75 നമുക്കറിയാം. 30 seconds will be the answer. അതായത് എളുപ്പത്തിൽ നമ്മൾ ചെയ്തു. ഐഡിയ മനസ്സിലാക്കുക. ബ്രിഡ്ജ് ആണെങ്കിൽ ആഡ് ചെയ്യുക, അല്ലാത്ത ലീൻ ഒബ്ജക്ട്സ് പോൾ ട്രീ മാനൊക്കെ ആണെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി നെഗ്ലക്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ ഐഡിയ ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ട്രെയിൻ മൂവിംഗ് വിത്ത് എ യൂണിഫോം സ്പീഡ് പാസസ് എ ബ്രിഡ്ജ് 2000 meters, bridge of length 2000 meters in 2.5 minutes, and it took half minutes to pass a
ടെലിഫോൺ പോസ്റ്റ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ട്രെയിൻ ഇൻ മീറ്റേഴ്സ്? സ്റ്റിൽ തന്നിട്ടുണ്ട് ട്രെയിൻ ഒരു യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യാണ്, അതായത് സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. അത് ഒരു ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്, 2.5 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്. അതേ ട്രെയിൻ അതേ സ്പീഡിൽ ഒരു പോൾ അല്ലെങ്കിൽ ഒരു ടെലിഫോൺ പോസ്റ്റിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രെയിനിന്റെ ലെങ്ത് മീറ്ററിൽ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇവിടെ സ്പീഡ് ഇക്വേറ്റ് ആണ് ചെയ്യേണ്ടത്, കാരണം രണ്ട് സ്പീഡും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണ്. 200 പ്ലസ് എൽ. ഈ എൽ എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ ലെങ്ത് ആണ്. ആദ്യം ബ്രിഡ്ജിലൂടെ പാസ് ചെയ്യുമ്പോൾ ഇത് ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യും. ഇത് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ നമുക്ക് താഴെ ടൈം എഴുതണം, എന്നാലേ സ്പീഡ് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടൈം തന്നിട്ടുണ്ട് 2.5 മിനിറ്റ്സ് ആണ്. 2:1/2 ആണ്. 2:1/2 നമുക്കറിയാം, ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതിയാൽ 5/2 എന്ന് എഴുതാൻ പറ്റും. മിക്സഡ് ഫ്രാക്ഷനെ സാധാ ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റുമ്പോൾ ഇത് 5/2 ആയി മാറും. അപ്പൊ അതായിരിക്കും ടൈം. ഇത് ഡിസ്റ്റൻസ്, ഇത് ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് ബ്രിഡ്ജിന്റെ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ. സ്പീഡ് പക്ഷേ സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ടെലിഫോൺ പോസ്റ്റിനെ കവർ ചെയ്യുമ്പോൾ അവിടെ ട്രെയിനിന്റെ ലെങ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇതിൽ നിന്ന് ട്രെയിനിന്റെ എൽ എന്ന് പറഞ്ഞ സോൾവ് ഔട്ട് ചെയ്തിട്ടാൽ നമുക്ക് ട്രെയിനിന്റെ ലെങ്ത് മീറ്ററിൽ തന്നെ കിട്ടും. അപ്പൊ ഇത് 2000 മീറ്ററിലാണ് തന്നിട്ടുള്ളത്, ഇത് 2 മിനിറ്റിലാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, ഇനി സെക്കൻഡ് ആക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം 2 യൂണിറ്റും സെയിം ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഓൾറെഡി മീറ്റർ ആണ്. അപ്പൊ ഇതിൽ നിന്ന് കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാവും. ഇത് ബ്രിഡ്ജിന്റെ പാർട്ടില് ബ്രിഡ്ജിന്റെ ലെങ്ത്തും ട്രെയിനിന്റെ ലെങ്ത്തും, മറ്റേ ടെലിഫോൺ പോസ്റ്റിന്റെ പാർട്ടില് ട്രെയിനിന്റെ ലെങ്ത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഈ 2നെ മേലെ കൊണ്ടാവും, ഈ 2നെ മേലെ കൊണ്ടാവും, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇത് വെട്ടി, ഇതും വെട്ടി. ഇനി ഇവിടെ ഒരു 1 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണ്. 200 പ്ലസ് എൽ ഇസ് ഈക്വൽ ടു 1നെ ഇങ്ങോട്ട് കൊണ്ടുപോയി എല്ലിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു 5L. എല്ലിനെ ഇപ്പുറത്ത് കൊണ്ടുപോയി 4L ഇസ് ഈക്വൽ ടു 2000 ആയി. അങ്ങനെയാണെങ്കിൽ L ഇസ് ഈക്വൽ ടു 2000/4 ഇസ് ഈക്വൽ ടു 500 മീറ്റേഴ്സ് ആയിരിക്കും ആ ട്രെയിനിന്റെ ലെങ്ത്. അപ്പൊ ഇതിൽ ഇക്വേഷൻ ഉണ്ടാക്കേണ്ട ഒരു കുറച്ച് ഐഡിയ മനസ്സിലായാൽ മാത്രം മതി. പിന്നെ പെട്ടെന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ട്രെയിനിന്റെ 500 മീറ്റർ ലെങ്ത് കണ്ടെത്തിയിരിക്കുന്നു. നമ്മൾ ഇപ്പൊ ട്രെയിനും പോളും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. അപ്പൊ ഞാൻ മുമ്പ് പറയുന്ന ഒരു കിടിലൻ ഐഡിയ വരുന്നുണ്ട്. ടൈം സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു കിടിലൻ ഐഡിയ നിങ്ങൾ ഇതുവരെ എവിടെയും കാണാത്ത ഒരു എക്സ്ക്ലൂസീവ് ട്രിക്ക് ആണിത്. റേഷ്യോ വെച്ചിട്ട് എങ്ങനെ ടൈം ആൻഡ് സ്പീഡ് പ്രോബ്ലംസ് പെട്ടെന്ന് സോൾവ് ഔട്ട് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ ട്രെയിൻ ഈസ് മൂവിങ് അറ്റ് എ സ്പീഡ് ഓഫ് 80 km/h ആൻഡ് കവേഴ്സ് എ certain distance in 4.5 hours. The speed of the train to cover the same distance in 4 hours. അതായത് ഒരു ട്രെയിൻ 80 km/h സ്പീഡിൽ പോകുന്നുണ്ട്. ഒരു certain ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് എത്രയും തന്നിട്ടില്ല, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് 4.5 മണിക്കൂർ എടുക്കുന്നുണ്ട്. അതേ ട്രെയിനിന്റെ അതേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ 4 മണിക്കൂറിൽ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സ്പീഡ് വേണ്ടി വരും എന്നാണ്. നമ്മൾ സാധാരണ ചെയ്യുകയാണെങ്കിൽ ആദ്യം ഡിസ്റ്റൻസ് കണ്ടെത്തിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. നമ്മൾ ഡിസ്റ്റൻസ് കണ്ടെത്താതെ ഡയറക്റ്റ് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ആകെ ഒരു ഇക്വേഷൻ തന്നെ ഉള്ളൂ. ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രോബ്ലം ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, certain ഡിസ്റ്റൻസ് ആദ്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ പറഞ്ഞിട്ടുണ്ട് സെയിം ഡിസ്റ്റൻസ്. അതായത് എങ്ങനെ ആയാലും ആ രണ്ട് സിറ്റുവേഷനിലും ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെ ഡിസ്റ്റൻസ് സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ മാത്രമേ ഈ ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഡിസ്റ്റൻസ് സെയിം ആയിട്ടുള്ള പ്രോബ്ലംസിൽ നമുക്കറിയാം ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണെന്ന് നോക്കിയാൽ നമുക്കറിയാം സ്പീഡിന്റെ അതായത് ഈ ഡിസ്റ്റൻസ് സെയിം ആക്കി വെക്കുകയാണെങ്കിൽ സ്പീഡ് 1/ടൈമിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് 1/ടൈം ഓഫ് സ്പീഡ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് എന്നൊരു കോൺസെപ്റ്റ് വരും. കാരണം ഡിസ്റ്റൻസ് അവിടെ സെയിം ആണ്, വേറെ 2 വേരിയബിൾ മാത്രമേ ഉള്ളൂ. ആ ഐഡിയ വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇന്നത്തെ ടൈം എന്ന് പറഞ്ഞാൽ T1 ആണ്. T1:T2 റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. T1 എന്ന് പറഞ്ഞാൽ 4.5 hours ആണ്. ആദ്യത്തെ ടൈമിൽ 4.5 എടുത്തു, രണ്ടാമത്തേതിൽ 4 hours എടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പൊ ഇത് പോയിന്റ് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അതിന് നമ്മൾ സിംപ്ലിഫൈ 4/5 നമുക്കറിയാം 9/2 ആയിരിക്കും. അപ്പൊ അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ രണ്ട് സൈഡിലും ഒന്ന് 2 കൊണ്ട് ഇൻറ്റു ചെയ്തു. റേഷ്യോനെ നമുക്ക് ഏത് പവർ കൊണ്ട് ഒരേപോലെ ഇൻറ്റു ചെയ്താലും ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പൊ ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 9 ആയിരിക്കും, ഇവിടെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ഇത് 8 ആയി മാറും. അപ്പൊ ഈ റേഷ്യോ, അതായത് ടൈം 1 × ടൈം 2 റേഷ്യോ എന്ന് പറഞ്ഞാൽ 9:8 ആണ്. ആ റേഷ്യോയിലാണ് ഇത് നിൽക്കുന്നത്.
ഇനി നമുക്ക് നമ്മളിവിടെ ഞാൻ പറഞ്ഞു സ്പീഡ് 1 ബൈ ടൈം റേഷ്യോയിലായിരിക്കും. അപ്പോൾ ഈ റേഷ്യോയുടെ നേരെ ഓപ്പോസിറ്റ് റേഷ്യോ ആയിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ. അപ്പോൾ നമുക്കറിയാം സ്പീഡ് 1 ഈസ് ടു സ്പീഡ് 2 റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, അതായത് 8:9 റേഷ്യോയിലായിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇവിടെ സ്പീഡ് ഇതിൻ്റെ റേഷ്യോൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടുത്തെ റേഷ്യോ. അതാണ് ഈ കോൺസെപ്റ്റിൽ ഡിസ്റ്റൻസ് സെയിം ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരേ കാര്യം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും അറിയാം. ഇനി കാണേണ്ടത് സ്പീഡ് 2 ആണ്. ഇവിടെ സ്പീഡ് 1 നമുക്ക് തന്നിട്ടുണ്ട്, 8ന് പ്രൊപ്പോർഷണൽ ആയിട്ട് 80 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാമല്ലോ, ഇവിടെ ഇൻറ്റു 10 ചെയ്താലാണ് 80 കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു 10 ചെയ്യുക, 90 km/h വിൽ ബി അവർ ആൻസർ. അപ്പോൾ റേഷ്യോ വെച്ചിട്ട് ഇങ്ങനെയാണ് പെട്ടെന്ന് സോൾവ് ചെയ്യുക. ഇത് നിങ്ങൾ ആദ്യത്തെ സമയമായതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കുറച്ച് ടഫായി തോന്നുന്നത്. അപ്പോൾ ഇനി ഇതേപോലത്തെ അതായത് ഡിസ്റ്റൻസ് സെയിം ആയിട്ടുള്ള പ്രോബ്ലം വരികയാണെങ്കിൽ ഈ ഐഡിയ വെച്ച് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. രണ്ട് ടൈം തമ്മിൽ ഒരു റേഷ്യോ ആക്കുക, അതിനെ നേരെ റിവേഴ്സ് ചെയ്ത് റെസിപ്രോക്കൽ ഇടുക, അതായിരിക്കും സ്പീഡിൻ്റെ റേഷ്യോ. ഒരു സ്പീഡ് തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ സ്പീഡ് കാണാൻ വളരെ എളുപ്പമായിരിക്കും. 8ന് പ്രൊപ്പോർഷനായിട്ട് 80 ആണുള്ളതെങ്കിൽ 9ന് പ്രൊപ്പോർഷനായിട്ട് 90 km/h ആയിരിക്കും. ഇതിൽ തന്നെ കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്താൽ നമുക്ക് ഈ ഐഡിയ ഇവിടെ എൻഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ A and B start at the same time with the speed of 40 km/h and 50 km/h respectively. If in covering the journey A takes 15 minutes more than B, the total distance of the journey is. അതായത് എയും ബിയും ഒരേ ടൈമിൽ ഒരേ ദൂരത്തേക്ക് തന്നെയാണ് പോകുന്നത്. അത് ലാസ്റ്റ് പറയുന്നുണ്ട്. ഒരാൾ 40 km സ്പീഡിലും മറ്റേ 50 km സ്പീഡിലും ട്രാവൽ ചെയ്യാണ്. അപ്പോൾ എ സ്വാഭാവികമായിട്ട് എയുടെ സ്പീഡ് കുറവാണ്, 40 ആണ് എയുടെ സ്പീഡ്. അപ്പോൾ എ 15 മിനിറ്റ് അധികം എടുത്തു ബിനേക്കാളും. അങ്ങനെയാണെങ്കിൽ എത്ര ഡിസ്റ്റൻസ് അവർ ട്രാവൽ ചെയ്തു എന്നാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ഇവിടെയും സെയിം ആണ്, രണ്ടാളും ഒരേ സ്ഥലത്ത് നിന്ന് ഒരേ സ്ഥലത്തേക്കാണ് പോയത്. അപ്പോൾ നമ്മൾ നേരത്തെ പോലെ റേഷ്യോ വെച്ചിട്ട് ചെയ്യാണ്. S1:S2 എന്ന് പറഞ്ഞാൽ രണ്ടാളുടെ സ്പീഡ് തന്നിട്ടുണ്ട്, 40:50 ആണ്. റേഷ്യോനെ വെട്ടി ചെറുതാക്കാം, 4:5 ആക്കാം. അപ്പോൾ ഇനി നമുക്കറിയാം T1:T2, അതായത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. T1:T2 വിൽ ബി 5:4. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് എ ആണ്, ഇത് ബി ആണ്. ഇവിടെ നേരെ റേഷ്യോ തിരിയുമെന്നുള്ളൂ, എയും ബിയും മാറില്ല, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഈ റേഷ്യോ നേരെ റിവേഴ്സ് ആയാലും ഇവിടെ എയും ബി ആയിരിക്കും, അതുകൊണ്ടാണ് റിവേഴ്സ് ആവുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 15 മിനിറ്റ്സ് ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ടൈമിലുള്ള ഡിഫറൻസ് 15 മിനിറ്റ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റേഷ്യോയിൽ നിന്ന് നമുക്കറിയാം 5 - 4 = 1 യൂണിറ്റ്. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടി 15 മിനിറ്റ്സ് ആണെന്ന്. ഇത് 15 മിനിറ്റ്സ് ആണെന്ന് കിട്ടിയാൽ നമുക്ക് ഈ 4ഉം 5ഉം ഒക്കെ കാണാം. അപ്പോൾ ഏത് കണ്ടാലും നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം. നമുക്കറിയാം 4 × 50 എന്ന് പറഞ്ഞാൽ നമുക്ക് 60 മിനിറ്റ്സ് ആണ്, അത് അവറിലായി കിട്ടും. അപ്പോൾ ആ ഭാഗം ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ 4 × 15 വിൽ ബി 60 മിനിറ്റ്സ്. 60 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 അവർ. ഇവിടെ T2 1 അവർ ആണെന്ന് കിട്ടി. അപ്പോൾ ഇനി ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, 50 സ്പീഡിലായിരുന്നു അയാൾ പോയത്. അപ്പോൾ റേഷ്യോ എടുക്കരുത്, കാരണം റേഷ്യോ വെട്ടിച്ചുരുതാക്കിയ ഇതാണ്. നമുക്ക് ടൈം കിട്ടി, ടൈം = 1 അവർ എന്ന് കിട്ടി. 60 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ ടൈം കിട്ടി. ഇനി നമുക്ക് ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട്, ബിയുടെ ടൈമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ബിയുടെ സ്പീഡും തന്നിട്ടുണ്ട്. ബിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 × 1 വിൽ ബി, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്താൽ നമുക്ക് ഒന്നും ഇൻറ്റു ചെയ്യാനൊന്നും ഇല്ല, 50 km വിൽ ബി അവർ ആൻസർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് 50 km ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായില്ല എത്രയും പെട്ടെന്നാണ് ഈ ഐഡിയ വെച്ച് ഇത് സോൾവ് ചെയ്തത്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ മിക്ക ആൾക്കാർക്കും ചെയ്യാനേ കഴിയില്ല, ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ റേഷ്യോന്റെ ഐഡിയ അറിയുന്ന ആളാണെങ്കിൽ അയാൾക്ക് സെക്കൻഡുകൾ കൊണ്ട് ഈ പ്രോബ്ലം ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇസു മാത്ത് അക്കാദമിയിൽ എപ്പോഴും ഐഡിയാസ്, കിടിലൻ പുതിയ പുതിയ ഐഡിയാസ് നമ്മൾ കൊണ്ടുവരികയാണ്. SSCയിലും മറ്റ് സെൻട്രൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ എടുക്കുന്ന ഐഡിയാസ് ആണ് നമ്മൾ ഇവിടെ PSCയിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്നുള്ള ഐഡിയാസ്. അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ കിടിലൻ ഐഡിയാസുമായി ഞങ്ങൾ വീണ്ടും പല വീഡിയോസും ഉണ്ടാക്കും. അപ്പോൾ അതിനെല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ടൈം ആൻഡ് ഡിസ്റ്റൻസിലുള്ളത് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ആവറേജ് സ്പീഡ് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങോട്ട് പോകാൻ ഒരു A എന്ന് പറഞ്ഞ സ്പീഡും ഇങ്ങോട്ട് വരാൻ അല്ലെങ്കിൽ B എന്ന് പറഞ്ഞ സ്പീഡും ആണെങ്കിൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു
ഒരാൾ എ എന്ന് പറഞ്ഞ സ്പീഡിൽ അങ്ങോട്ട് പോയി ബി എന്ന് പറഞ്ഞ സ്പീഡിൽ ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഉള്ള ടോട്ടൽ ആവറേജ് സ്പീഡ് എത്രയെന്ന് വെച്ചാൽ 2ab + a + b ആണ്. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതും ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാം, പക്ഷെ അതിൽ എളുപ്പം ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണ്, സിമ്പിൾ ഇക്വേഷൻ ആണ്. ആവറേജ് സ്പീഡിന്റെ ഒരു ഇക്വേഷൻ ആണ് ഇത്. ഇത് വെച്ചിട്ടുള്ള രണ്ട് പ്രോബ്ലംസും കൂടെ ചെയ്യാം. Two towns A and B. Raju goes from A to B at 40 km/h and comes back to the starting point at 60 km/h. What is the average speed during the whole journey? അതായത് മൊത്തം യാത്രയുടെ ആവറേജ് സ്പീഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ നേരത്തെ തന്ന ഇക്വേഷൻ, ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ വെച്ച് ഡയറക്റ്റ് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ശരിക്കും ഡിസ്റ്റൻസ് സെയിം ആണ്, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അതിലും എളുപ്പം ഇവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 1460 ആണ് രണ്ട് സ്പീഡുകൾ. അപ്പോൾ ഇതിന്റെ ആവറേജ് സ്പീഡ് നമുക്കറിയാം 2 × 40 × 60/40 + 60 ആയിരിക്കും നമ്മൾ നേരത്തെ തന്ന ഇക്വേഷൻ പ്രകാരം. അപ്പോൾ 40 + 60 നമുക്കറിയാം 100 ആണ്. അപ്പോൾ ഇനി മേലെ ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 0 വെട്ടി 0 വെട്ടി എല്ലാം വെട്ടി. അപ്പോൾ 2 × 4 8 ആണ്. 8 × 6 48 km/h ആയിരിക്കും ഇതിന്റെ ആവറേജ് സ്പീഡ്. ഇതൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണ്. ഇത് മെയിൻ കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ കവർ ചെയ്തു. ട്രെയിനിന്റെ എല്ലാ കോൺസെപ്റ്റും നമ്മൾ കവർ ചെയ്തു. പിന്നെ റേഷ്യോ വെച്ചിട്ടുള്ള ഒരു കിടില മെത്തേഡ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. So thank you for watching ISU Math Academy. We will come back with another video in the coming days. Goodbye. Take care.